സന്തോഷം എല്ലാ സന്തോഷം. എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള അന്നത്തെ കുട്ടിയാണ്. ടീച്ചറോട് ചേർന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് അവരെ മുറിക്കട്ടെ. ഞാൻ സാക്ഷിയാവും. അതാ നല്ലത്. സന്തോഷം. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. 1000 പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് 1000 ജന്മാശംസകൾ നേരിടുകയാണ്. ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ വേങ്ങര ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ്വസാധാരണമായി. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾ എന്നല്ല മിക്ക ആളുകളും ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുണ്ട്. ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ്. പക്ഷേ ആവാതിരുന്നത് ടീച്ചറെ കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, സ്വല്പമൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ, മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള സൗകര്യമുണ്ട്, എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ എന്ന് ചോദിച്ചു. ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് 9ാം ക്ലാസ്സിൽ നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു. പിന്നെ ഇന്നിപ്പോൾ പൊതുജീവിതത്തിൽ ഞാൻ എന്തായോ അത് ആ ഒരു ടേണിംഗ് പോയിൻ്റാണ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞു. അപ്പോൾ ആദ്യം പറയുന്നതല്ല, പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ. 9ാം ക്ലാസ്സിൽ എത്തിയ സമയത്താണ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ജാനകി ടീച്ചർ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ, അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടല്ലോ, വേറെ എവിടെയെങ്കിലും ബോർഡിങ് പോയി പഠിക്കുക. ആ ഒരു 10ാം ക്ലാസ്സിൽ JDTയിൽ കൊണ്ടുപോയി ചേർത്തത് ആണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ആയത്. അപ്പോൾ അന്നൊക്കെ ഞാൻ ജാനകി ടീച്ചറുടെ പേര് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കണ്ടുമുട്ടിയിരുന്നില്ല. അന്നൊരു ഫംഗ്ഷനിൽ വെച്ച് അനിയത്തിയെ കണ്ടു, സരോജിനി ടീച്ചറെ കണ്ടു. അവിടെ വെച്ച് സദസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് മേൽമുറി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അനുസരിച്ച് അമ്മേനെ വീട്ടിൽ പോയി കണ്ടു. എൻ്റെ അടുത്ത് 9ാം ക്ലാസ്സിലെ എൻ്റെ ക്ലാസ്സിൻ്റെ വോട്ടുണ്ട്. പക്ഷേ സന്തോഷം പങ്കിട്ടു. ഈ മുഹൂർത്തത്തിൽ സാക്ഷിയാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. യാദൃശ്ചികമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്ററിയാണ്. എന്നെ ഞാനാക്കി തീർത്ത ടീച്ചർക്ക് എല്ലാവിധ ആദരവും ആശംസകളും പിന്നുണ്ടായില്ല. ഞാനൊരു ദിവസം അങ്ങോട്ട് വന്നോളാം. സന്തോഷം.